എന്താ ജാനകിയെടുത്തി? എന്തു പറ്റി? മോളൂട്ടി അഭിമന്യു മറപ്പാട് കാട്ടി. പാപ്പൻ കേശവനെ കുത്തി മലർത്തി. തടുക്കാൻ ചെന്ന രണ്ടാം പാപ്പാനെ ചവിട്ടി കൊന്നു. എന്റെ ഭഗവതി! അച്ഛൻ നമ്പുരാനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. രാവിലെ ആ ശിവദാണ് ഒരു പാത്രം അവരും ശർക്കരയും നാളികേരും കൂട്ടിക്കൊഴിച്ച് കൊടുത്തതാ. അച്ഛൻ നമ്പുരാൻ എത്താതെ ഇവന് അടങ്ങിയില്ല മോളൂട്ടി. അച്ഛൻ ഇപ്പൊ എവിടേക്ക് പോയതാണെന്ന് എനിക്കറിയില്ല ജാനകിയെടുത്തി. എന്റെ മരവത്തൂർ കാക്കുന്ന ഭദ്രകാളി തമ്പുരാൻ ഉറക്കമാണോ? എന്താന്നറിയില്ല ശിവദാനു. ഇന്നലെ രാത്രി മുതൽ മനസ്സിനൊരു വല്ലാത്ത ഭാരം. മനവത്തൂരിലെ ഭദ്രകാളി നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നു പോലൊരു തോന്നൽ. തമ്പുരാന്റെ നെഞ്ചത്ത് ഭദ്രകാളിയല്ല, ഉമയമ്മയാ ചവിട്ടി നിൽക്കുന്നത്. എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ, തമ്പുരാന്റെ തെറ്റുകളും ശരികളും എനിക്ക് മാത്രമേ അറിയൂ. എനിക്കൊരു ജന്മം തന്നത്, സ്നേഹം തന്നത് തമ്പുരാനാണ്. തമ്പുരാന്റെ ശരിയായ എൻ്റെ ശരി, എൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ തമ്പുരാന്റെ രഹസ്യങ്ങളും അതോടെ നിലയ്ക്കണം. ശിവദാനു, എന്തോ? നിന്നെ എനിക്ക് ഭദ്രകാളി തന്നതാ. അമ്മേ, മനവത്തൂരിലെ ഭദ്രകാളി. കള്ളും കാശും കൊടുത്താൽ സ്നേഹം കിട്ടില്ല. അത് ആത്മാവിൽ നിന്നും വരണം. നിന്റെ സ്നേഹം അതാ. എന്താ ശിവദാനു? നോക്കട്ടെ, എന്താ പറ്റി? അയ്യേ, ടയറ് വെടിയായല്ലോ തമ്പുരാനെ. എന്താ ഇപ്പൊ ചെയ്യാ? നേരത്തെ എത്തിയില്ലെങ്കിൽ ഉമയമ്മ പിണങ്ങും. എന്താ ഇപ്പൊ ചെയ്യാ? അഭിമന്യുവിന് മതവിളകി. തമ്പുരാനെ, അഭിമന്യുവിന് മതവിളകിയെന്ന്? എന്റെ മനവത്തൂർ ഭഗവതി. അഭിമന്യുവിനെ തളയ്ക്കാൻ എന്റെ തമ്പുരാനെ കഴിയൂ. എന്താ സംശയം? നിത്യേന ശർക്കരയും അവിലും തേങ്ങാപ്പൂളും ഉരുട്ടിക്കൊടുക്കുന്ന കൈ അവൻ തിരിച്ചറിയും. മതം പൊട്ടി നിൽക്കുന്ന അവന്റെ കൊമ്പിൽ തമ്പുരാനൊന്ന് പിടിച്ചാൽ അനുസരണയുള്ള കുട്ടിയെ പോലെ അവൻ നടന്നു വരും, ഏത് നരകത്തിലേക്കാണെങ്കിലും. മോൾട്ടി പൊക്കോളൂ, അച്ഛനെ കക്കാൻ മനവത്തൂരിലെ ഭഗവതിയുണ്ട്. അഭിമന്യുന്റെ അടുത്തേക്ക് പോകരുത് അച്ഛാ. മോൾട്ടി മതക്കെട്ട് താഴുമ്പോ അവൻ താനെ അടങ്ങിക്കോളും. മോൾട്ടി പൊക്കോളൂ. താണു മാമയല്ലേ പറയുന്നത്? പൊക്കോളൂ, അകത്തേക്ക് പൊക്കോളൂ. തമ്പുരാൻ വരൂ. ഒന്ന് ചെന്ന് വിളിക്ക് തമ്പുരാനെ. മോനെ അഭിമന്യു എന്ന് വിളിക്ക്. മനവത്തൂർ ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ച് സ്നേഹമായിട്ടൊന്ന് വിളിക്ക്. Oh
നിനക്ക് എന്താ വേണ്ടത്? എന്തും തരാം. വാ മോനെ. എന്റെ മരവത്തൂരമ്മേ, ശിവദാനു, ദേ ഇവൻ അഭിമന്യു എന്റെ മോന, എന്റെ പ്രാണൻ. നീ പറഞ്ഞ പോലെ ഒരു വെടിക്കാരനും ഞാൻ ഇവനെ കൊടുക്കില്ല. ദേ ഇനി ആ മരക്കുറ്റിയിൽ ഞാൻ നിന്നെ ഒന്ന് തളയ്ക്കും. നിന്റെ ശരീരത്തോളം തന്നെ ഒരു മനസ്സ് നിനക്കുണ്ട് എന്റെ അഭിമന്യു. മരവത്തൂർ ഭഗവതി. ചതിച്ചല്ലോ ഭഗവതി. ഹലോ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ?